ഹായ് ഡിയർ ഫ്രണ്ട്സ്, പൈപ്പിംഗ് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജോബ്സിനെ പറ്റിയാണ്. ജോബ്സ് ടൈറ്റിൽസിനെ പറ്റി. ജോബ് സെർച്ച് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ജോബിൽ എന്തെങ്കിലും ചേഞ്ചസ് അപ്ഗ്രേഡേഷനൊക്കെ ആലോചിക്കുന്നവർക്കും ഒരു ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ പുതിയ ആളുകൾക്ക് എന്തൊക്കെയാണ് ടൈറ്റിലുകൾ നോക്കേണ്ടത് എന്നതും അതേപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഏതൊക്കെ പൊസിഷനിൽ ഇപ്പോൾ നമ്മൾ കേപ്പബിൾ ആണ് എന്നൊക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പൈപ്പിംഗ് റിലേറ്റഡ് ജോബ്സ് ഏതൊക്കെ വർക്ക് സൈറ്റുകളിലാണ് ഉണ്ടാവുക എന്നതും കൂടെ നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി പ്യുവർ പൈപ്പിംഗ് ചെയ്യുന്ന പൈപ്പിംഗ് എഞ്ചിനീയർ, പൈപ്പിംഗ് സൂപ്പർവൈസർ, അതേപോലെ തന്നെ പൈപ്പ് ലൈൻ ചെയ്യുന്ന പൈപ്പ് ലൈൻ എഞ്ചിനീയർ, പൈപ്പ് ലൈൻ സൂപ്പർവൈസർ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചെയ്യിപ്പിക്കുന്ന പൈപ്പിംഗ് ഫോർമാൻ. പൈപ്പിങ്ങും പൈപ്പ് ലൈനും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പൈപ്പിങ്ങും അത് മറ്റ് എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ജനറൽ ഫോർമാൻ, അതേപോലെ വെൽഡിംഗ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന വെൽഡിംഗ് ഫോർമാൻ, വെൽഡിംഗ് ആക്ടിവിറ്റി സൂപ്പർവൈസ് ചെയ്യുന്ന വെൽഡിംഗ് സൂപ്പർവൈസർ, വെൽഡിംഗ് എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, എല്ലാ മെക്കാനിക്കൽ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ സൂപ്പർവൈസർ, അതേപോലെ തന്നെ മൊത്തം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സ്, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ, അതേപോലെ തന്നെ ഹൈഡ്രോ ടെസ്റ്റിംഗ്, ന്യൂമാറ്റിക് ടെസ്റ്റിംഗ്, പിഗ്ഗിങ് ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹൈഡ്രോ ടെസ്റ്റിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ സൂപ്പർവൈസർ. അതേപോലെ തന്നെ കമ്മീഷനിങ് ആക്ടിവിറ്റീസ്, ഒരു പ്ലാന്റിൻ്റെ കമ്മീഷനിങ് ചെയ്യുന്ന സമയത്ത് കമ്മീഷനിങ് എഞ്ചിനീയർ, കമ്മീഷണർ സൂപ്പർവൈസർ, പ്രോസസ് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ് എഞ്ചിനീയേഴ്സ്, ഡിഫറെൻറ്റ് സൈറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന സൈറ്റ് എഞ്ചിനീയേഴ്സ്, സൈറ്റ് സൂപ്പർവൈസർ, ഫാബ്രിക്കേഷൻ ഷോപ്പുകളുടെ കൺട്രോൾ ചെയ്യുന്ന ഫ്ലോർ എഞ്ചിനീയേഴ്സ്, സ്ട്രക്ചറൽ പാർട്ട് ഇൻസ്റ്റാളേഷനും എറക്ഷനും ഫാബ്രിക്കേഷനും കൺട്രോൾ ചെയ്യുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ്, അതായത് പർച്ചേസ്, ഓരോ ഐറ്റംസിൻ്റെ പർച്ചേസും അതിൻ്റെ ഡെലിവറിയും അതിൻ്റെ മാനുഫാക്ചറിങ് വെൻഡേഴ്സായിട്ടുള്ള ഡീലിംഗ് എല്ലാം ചെയ്യുന്ന പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പിൻ്റെയും ലീഡായിട്ടുള്ള ലീഡ് എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ ടീം, അത് QAQC ടീം, അതിൻ്റെ QAQC എഞ്ചിനീയർ, വെൽഡിംഗ് ഇൻസ്പെക്ടർ, മെക്കാനിക്കൽ ഇൻസ്പെക്ടർ. വെൽഡിംഗ് ഇൻസ്പെക്ടർ വെൽഡിംഗ് ജോബിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ചെയ്യും. അതേപോലെ തന്നെ മെക്കാനിക്കൽ ഇൻസ്പെക്ടർ, പെയിൻറ്റിംഗ് കോട്ടിംഗ് ഇൻസ്പെക്ടർ, NDT കോർഡിനേറ്റേഴ്സ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളായ റേഡിയോഗ്രാഫി, RT, PT, UT എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന NDT കോർഡിനേറ്റേഴ്സ്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയർ, ഏതെല്ലാം മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമാണ് എന്നൊക്കെ ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ഡോക്യുമെൻറ്റ്സ് വെച്ച് സ്റ്റഡി ചെയ്ത് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി സർവേയേഴ്സ്. അതേപോലെ തന്നെ എറക്ഷൻ റിഗ്ഗിംഗ് എഞ്ചിനീയർ, ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന എറക്ഷൻ റിഗ്ഗിംഗ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസർ, പ്ലാനിംഗ് എഞ്ചിനീയർ, പ്രോജക്റ്റ് എങ്ങനെ ഏതൊക്കെ സമയത്ത് എത്ര മാൻ പവർ വേണം, ഏതൊക്കെ പ്രൊഡക്ഷൻ എത്ര പ്രോഗ്രസ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന പ്ലാനിംഗ് എഞ്ചിനീയർ. പൈപ്പിങ്ങും അതേപോലെ തന്നെ മെക്കാനിക്കൽ ലോഡ് കാൽക്കുലേഷനും എല്ലാം ചെയ്യുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ പൈപ്പിംഗ് ഡിസൈൻ എഞ്ചിനീയർ. കൊറോഷൻ, ഏതൊക്കെ ലൈനിൻ്റെ എത്രയൊക്കെ കൊറോഷൻ അലവൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന കൊറോഷൻ എഞ്ചിനീയേഴ്സ്. അതേപോലെ തന്നെ മാനേജർ ലെവലിലേക്ക് വരുമ്പോൾ വർക്ക്ഷോപ്പുകൾ കൺട്രോൾ ചെയ്യുന്ന, പ്രീ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പൊക്കെ കൺട്രോൾ ചെയ്യുന്ന വർക്ക്ഷോപ്പ് മാനേജർമാർ, പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്ന ചിലപ്പോൾ പ്രൊക്യൂർമെൻറ്റ് മാനേജർ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ലീഡ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മാനേജർമാർ, പ്രോജക്റ്റ് ഡീൽ ചെയ്യുന്ന പ്രോജക്റ്റ് മാനേജർമാർ. ഇങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ജോബ് ചെയ്യുന്നവരും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുമായിട്ടുള്ള ടിപ്സുകളാണ് പൈപ്പിംഗ് ടിപ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് പൈപ്പിംഗ് റിലേറ്റഡ് ആയ ജോബ് നടക്കുന്ന വർക്ക് സൈറ്റുകളാണ്. മെയിൻലി പ്രോസസ് പ്ലാന്റ്സ് ആണ്. പ്രൈമറി പ്ലാന്റ്സ് ആയിട്ടുള്ള വെൽ സ്ട്രീം ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ സാധാരണ വെല്ലിൽ നിന്ന് കിട്ടുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വെൽ സ്ട്രീം ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് ക്രൂഡ് ഡെലിവറി ചെയ്യുന്ന പ്രൈമറി പ്ലാന്റുകൾ. അതേപോലെ തന്നെ ക്രൂഡ് എടുത്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള പെട്രോൾ, ഡീസൽ, അതേപോലെ തന്നെ ATF, കെറോസിൻ, ഈവൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കൻസ്, വാക്സ്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന റിഫൈനറികൾ, സെക്കൻഡറി പ്ലാന്റ്സ്, ഇവിടെയെല്ലാമുള്ള ജോബ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പവർ പ്ലാന്റ് തെർമൽ ആയാലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയാലും അവിടെയൊക്കെ പൈപ്പിങ്ങിൻ്റെ യൂസേജ് വരുന്ന ലൊക്കേഷനുകളാണ്. അതേപോലെ തന്നെ പ്രീ ഫാബ്രിക്കേഷൻ വർക്ക് ഷോപ്പുകൾ, നമുക്കറിയാം ഫാബ്രിക്കേഷൻ ഷോപ്പുകളിലാണ് പൈപ്പിങ്ങിൻ്റെ സ്പൂൾസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അത്തരം പ്രീ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പുകളിൽ ജോലി ഉണ്ടാവും. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, പൈപ്പ്സിൻ്റെയും ഫിറ്റിങ്സ്, അതേപോലെ പൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പ്രോഡക്റ്റുകളുടെയൊക്കെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓയിൽ വെൽസ്, ഗ്യാസ് വെൽസ്, ഇതെല്ലാം റിഗ് ചെയ്തെടുത്ത് അതിൻ്റേതായ ഫസ്റ്റ് മാനിഫോൾഡ് വരെയുള്ള പൈപ്പിംഗ്
വർക്കുകളുണ്ട്. അതേപോലെ തന്നെ ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ പോലെയുള്ള ട്രാൻസിറ്റ് ലൈൻസ്, ക്രോസ് കൺട്രി ലൈൻസ്, പൈപ്പ് ലൈൻ റൂട്ടുകളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പൈപ്പിംഗ് ടിപ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.